പ്രകാശിക്കേണ്ട പോലെ പ്രകാശിക്കാൻ കഴിയാതെ ജീവിതം ഇരുളിമയിൽ ഒതുങ്ങിപ്പോയ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. നിങ്ങൾ ക്ഷീണിക്കരുത്, മടുക്കരുത്, തളരരുത്. വലിയവ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം എന്ന്. എഫെസ്യർക്കു എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഉറക്കം വിട്ട് ഉണരണം. ഉറങ്ങുന്നവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. ഇവിടെ ധന്യനായ പൗലോസ്ലീഹ ആത്മീക മന്ദതയുള്ളവരോട്, ഉറക്കത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നവരോട്, യഥാർത്ഥ ഉണർവ് ജീവിതത്തിൽ സ്വീകരിക്കാത്തവരോട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണരണം. ആത്മീക ജീവിതം എന്ന് ഒരുപോലെ കൊണ്ടുപോകരുത്. ആത്മീക ജീവിതത്തിൽ ഉണർവുണ്ടാകണം. ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. കാരണം ദൈവത്തിന് നിന്റെ മേൽ പ്രവർത്തിക്കുവാനുണ്ട്. എനിക്ക് ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഒരു ആത്മീക സന്ദേശമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ മേൽ പ്രകാശിക്കുവാൻ. ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ലോകത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടവരാണ്. പ്രകാശിക്കേണ്ട പോലെ പ്രകാശിക്കാൻ കഴിയാതെ ജീവിതം ഇരുളിമയിൽ ഒതുങ്ങിപ്പോയ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. നിങ്ങൾ ക്ഷീണിക്കരുത്, മടുക്കരുത്, തളരരുത്. വലിയവ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാൻ പോവാ. ഈ വർഷം നീ തലകുനിക്കുന്ന വർഷമല്ല, നീ ലജ്ജിക്കുന്ന വർഷമല്ല. നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കുന്ന ഒരു വർഷമാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ. യെശയ്യാ 60 എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നമുക്ക് ആ ദൈവപ്രകാശത്തിൽ ഒന്നിച്ച് പ്രകാശിക്കാൻ കൃപ തരട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വഴിമാറത്തക്ക രീതിയിൽ ദൈവത്തിന്റെ അദൃശ്യകരത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെട്ടു വരട്ടെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാം. വലിയവ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു.